പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നൈറ്റ് ലൈഫിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ദുബായിലും അതുപോലെ തായ്ലൻഡ് അതുപോലെ സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ അബുദാബിയിൽ ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ കണ്ടെത്തില്ല. അങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഇല്ലതെന്ന് വെച്ചാൽ മദീന സൈദാണ്, അബുദാബിയിലെ മദീന സൈദ് സിറ്റിയിലാണ് കേട്ടോ. ഞങ്ങൾ ഹംദാൻ റൂട്ടിലോട്ടാണ് പോകുന്നത്. ഹംദാൻ ഒരു ടൗണ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിത്ത് വാക്കിംഗ് ആണ് കേട്ടോ, നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ വയ്യൊരു കാഴ്ചകളും ഇവിടെ രാത്രി എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ കാണാൻ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തവരാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. ലോകത്തിലെ ഏറ്റവും സേഫായ ഒരു സ്ഥലമാണ് അബുദാബി നഗരം എന്ന് പറയുന്നത് കേട്ടോ. അത് ദുബായ് അല്ല കേട്ടോ, അബുദാബി നഗരമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സേഫായ നഗരം. മീൻസ് അവിടെ പിടിച്ചു പറയുകയോ കവർച്ചയോ അതോ ആക്രമണാസക്തമായ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കാറില്ല കേട്ടോ. പൊതുവേ വളരെ കുറവാണ്. വളരെ ശാന്തമായ ഒരു സൈലൻ്റായ ഒരു ഏരിയ ആണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഹംദാൻ ആ റോഡ് അങ്ങോട്ട് കയറിയാൽ പിന്നെ ടൗണാണ്. നൈറ്റ് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പം നടന്നുകൊണ്ട് പോയിരിക്കുക കേട്ടോ. ഹംദാൻ എത്താനായി, ടൗണുകൾ എത്താനായി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ രാത്രി കാഴ്ചകൾ, അതായത് പല പല പരിപാടി നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അബുദാബി ആയാലും ദുബായ് ആയാലും ഒരു ഓപ്പൺ കൺട്രിയാണ്, ഓപ്പൺ സ്ഥലമാണ്. എല്ലാത്തിനും ലൈസൻസോട് കൂടി ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് കേട്ടോ UAE എന്ന് പറയുന്നത്. UAE ഞാൻ ദുബായിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അബുദാബിയും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദുബായിലും അബുദാബിയിലും കണ്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ദുബായിൽ ഭയങ്കര ആൾക്കാരും ജനസംഖ്യ കൂടുതലാണ് കേട്ടോ. ഭയങ്കര തിങ്ങി, അതായത് ബസ്സിനായാലും ടാക്സിക്കായാലും പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് ഭയങ്കര ട്രാഫിക് ആയിരിക്കും കേട്ടോ. അതേ സമയം അബുദാബി ആണെങ്കിൽ വളരെ സൈലൻ്റായ ഒരു ഏരിയ ആണ് കേട്ടോ. സൈലൻ്റ് എന്ന് വെച്ചാൽ നല്ല, അതുമാത്രമല്ല ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. ഇവിടെ 24 മണിക്കൂർ മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാരുണ്ടാകും, അതായത് ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാരുണ്ടാവും കേട്ടോ. റോട്ടിന് എന്തുണ്ടെങ്കിലും അത് അന്നേരം തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. നല്ല വൃത്തിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ എന്താണെന്നറിയില്ല, കുറേ ആൾക്കാരെ കാണാൻ പറ്റും കേട്ടോ. കാരണം എന്തോ ചെറിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. 3 വർഷമായിട്ടുണ്ടോ? Oh, that's nice. 6 years. 6 or 3 years? You just earned her brownie points. I don't think he is sleeping with you today. He's probably going to the couch. അല്ലേ, ഒരേ വീട്ടിലേക്കല്ലേ പോണേ? She said 6 years and he said 3 years. All right. അങ്ങനെ ഞങ്ങളും കുറച്ച് സമയം ആ പരിപാടികളൊക്കെ കണ്ടു. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഈ ഏരിയ മൊത്തം ഗോൾഡിൻ്റെ ഒരു സൂക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാവിധ ഗോൾഡുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ജോയലിക്കാസ് ആയാലും മലബാർ ആയാലും എല്ലാ ഗോൾഡ് ഷോപ്പുകളും ഉണ്ട്. അതുപോലെ ഇതുപോലത്തെ അറബികളുടെ കുറേ ജ്വല്ലറി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവിധ ജ്വല്ലേഴ്സും അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഒരേ ഏരിയ തന്നെ ഉണ്ടാവും കേട്ടോ. ഇവിടെ അങ്ങനെയുണ്ട് ഒരു പ്രത്യേകത. മൊബൈലാണെങ്കിൽ മൊബൈലിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഏരിയ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. രാത്രി കാലങ്ങളിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥയും അതിനനുസരിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടുത്തെ ബസ്സാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ലോക്കൽ ബസ്സാണ് അബുദാബിയിലെ. ഒരു 2 ദിർഹംസ് ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റോഡ് മുറിച്ച് കിടക്കലാണ് കേട്ടോ. കാരണം നല്ല തിരക്കുണ്ടാവും ഈ റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലത്ത്. കാരണം നമുക്ക് നാട്ടിലത്തെ പോലെ അവിടുന്ന് ഇവിടുന്ന് കയറി ഓടി ചാടി പിടിക്കാനൊന്നും കഴിയില്ല, റോഡ് മുറിച്ച് കിടക്കാനൊന്നും കഴിയില്ല. കാരണം സിഗ്നലിൻ്റെ അടുത്ത് എത്തിയാലേ റോഡ് മുറിച്ചിടാം. അപ്പം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഫൈനാണ് കേട്ടോ. ഇവിടെ അഥവാ ഫൈന് കിട്ടിയാൽ 500 ദിർഹംസൊക്കെ ഉണ്ടാവും ഫൈന്. അതുകൊണ്ട് ആരും ഇത് മറികടക്കാൻ നിൽക്കില്ല. കറക്റ്റ് അതിൻ്റെ റൂളിൽ മാത്രമേ പോകൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലെ അങ്ങനെ ഫുട്പാത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ഇതുപോലത്തെ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ 2 ടേബിൾ ഇട്ടിട്ട് കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അതും എല്ലാവിടെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ ഫുട്പാത്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം കടേൻ്റെ അകത്ത് തന്നെയാണ്. പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ് മാത്രം ഇതുപോലെ ഉണ്ടാവും. 2-3 ടേബിളൊക്കെ പുറത്ത് വെച്ചിട്ട് കഴിക്കുന്നതുണ്ടാവും. അതും അപൂർവമായിട്ടേ കാണാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ മദീന സൈദിലോട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മളെ ദുബായ് പോലെ അങ്ങനെ എന്താ പറയുക, കുറേ പെണ്ണുങ്ങളെയും അതുപോലെ ഇങ്ങനെ സ്പാ പോലത്തെ പരിപാടിയൊന്നും പുറത്തൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. കാരണം ഇവിടെ അബുദാബിയിൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ പരിപാടി വളരെ കുറവാണ്. പിന്നെ കുറേ സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈസൻസ് ആയിട്ട് നടത്തുന്നതാണ് കേട്ടോ. അതുപോലത്തെ പുറത്തൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഇല്ലാതെ ഞങ്ങൾ മദീന സൈദ് മാളിൻ്റെ ഔട്ട് സൈഡാണ് കേട്ടോ. അതായത് മദീന സൈദ് ഷോപ്പിംഗ് മാളിൻ്റെ ഔട്ട് സൈഡ്. ഇത് ഫിലിപ്പീൻസുകാർ നടത്തുന്ന ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റില്ല ഈ സർക്കസൊക്കെ.
അതിന് ചെറിയൊരു പോർഷൻ കേട്ടോ. കുറേ ആൾക്കാരുണ്ടാവും, മൊത്തം ഫിലിപ്പീൻസ് കേട്ടോ ഇവിടെ അധികം. കാരണം അവരുടെ ഭക്ഷണമാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. നമുക്ക് പറ്റിയ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ല. ഇവിടെ 90% ആൾക്കാർ ഫിലിപ്പീൻസ് തന്നെ ആയിരിക്കും കേട്ടോ. അവരുടെ ഫാമിലിയും കുട്ടികളിലായിട്ട് വൈകിട്ട് വന്ന് അവർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ പോലത്തെ ഫുഡല്ല, നമുക്ക് കഴിക്കാനേ പറ്റില്ല കേട്ടോ. അവരുടെ ടേസ്റ്റും നമ്മളെ ടേസ്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം അവർ പച്ചയായിട്ടൊക്കെ കഴിക്കും, കാരണം നമുക്ക് അവരുടെ ടേസ്റ്റ് തീരെ പിടിക്കില്ല. നമ്മളെപ്പോലത്തെ മസാലയും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടീ സ്റ്റാളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കേണ്ട എക്സിബിഷൻ പോലത്തെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ നമ്മളെപ്പോലെയല്ല കേട്ടോ, കുറച്ചും കൂടി ഓപ്പൺ മൈൻഡായ ആൾക്കാരാണ് കേട്ടോ ഈ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ പല പല രാജ്യക്കാരെ കാണാൻ പറ്റും, പല പല ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കാണാൻ പറ്റും, പല പല ഭക്ഷണ രീതികൾ കാണാൻ പറ്റും. നമ്മൾ നാട്ടിലത്തെ തികച്ചും വ്യത്യസ്തമായ കുറേ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും, കുറേ ലൈഫ് പഠിക്കാൻ പറ്റും, കുറേ ആൾക്കാരുടെ രീതികൾ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ GCCയിലൊക്കെ വർക്ക് ചെയ്യണം, പ്രത്യേകിച്ച് ദുബൈയിൽ അബുദാബിയൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് അതിനുള്ള, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വിസിറ്റിങ്ങും ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് അതിനുള്ള ഇതിലൊക്കെ കാണാൻ പറ്റും. ഇത് കാണുന്നില്ല, ഇത് ഫിലിപ്പീൻസുകാരുടെ ഫുഡാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഫിഷൊക്കെ അങ്ങനെ തന്നെ ജസ്റ്റ് പൊള്ളിച്ച് വെച്ചിരിക്കുക. നമുക്കിതേപോലെ കഴിക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല. ഞാൻ അവരോട് ചോദിച്ചു വീഡിയോ എടുക്കട്ടെ, കുഴപ്പമില്ല എടുത്തു എന്ന് പറഞ്ഞു. അവരെ ഇത് ഫുഡ് കണ്ടോ എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല കേട്ടോ. ഇതെന്താ സാധനമൊന്നും പിടുത്തം കിട്ടിയില്ല. ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാക്കി ഫിഷൊക്കെ കാണുന്നില്ല. ഇതെങ്ങനെ കഴിക്കും, എങ്ങനെയാണ് ചൂടാക്കിയിട്ടാണ് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ. ഇതാണ് അബുദാബി ലൈഫ് കേട്ടോ, നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.